ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എലഗൻസ് അറ്റയർ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് പുറത്തിറങ്ങിയതാണ്. ഞാനും എൻ്റെ ഒരു ബ്രദറും ഞങ്ങളുടെ ഒരു ഇക്കാക്കായും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല, കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം, അതുകൊണ്ടിട്ട് ആദ്യം ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ജാതിക്കാത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലൊക്കെ ഞങ്ങൾ ടെൻറ്റ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഫുഡ് ഇവർ സെർവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു ലവ് ബേർഡ്സിൻ്റെ ഇത് കണ്ടു. അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേനും അവരുടെ കുറച്ച് ലവ് ബേർഡ്സിൻ്റെ കുറച്ച് ലവ് സീനെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പോകുന്നപ്പോഴാണ് എൻ്റെ ബ്രദർ പറഞ്ഞാൽ വാടി ഇതാ ഇവിടെ അതിനേലും വലിയൊരു വൈബുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോകണേ. അപ്പോൾ ഇങ്ങനെ ഈ തറവാടുകളിലെ പണ്ടുള്ള പോലെ ഇങ്ങനെ കുറേ പടവുകൾ വന്നിട്ട് താഴെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഒരു പുഴയുടെ തീരത്തായിട്ട് നമുക്കവിടെ ഇരിക്കാനും കുറച്ച് ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോകുന്നതാണ് എൻ്റെ ബ്രദർ. ആൾക്ക് ഇങ്ങനെ വൈബുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താ. ഇങ്ങനെ വൈബ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്, ഒരു വൈബനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, അയ്യടാ നമ്മൾ വന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ പയ്യെ തെന്നി മാറുന്നുണ്ടല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാനല്ലോ വന്നതെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. ഞങ്ങൾ പോയിട്ട് ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റും കക്കയിറച്ചി ഫ്രൈയും ആയിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് അത് വന്നു. നമ്മളെല്ലാവരും ഊണാണ് പറഞ്ഞത്, സീ ഫുഡ് ഊണാണ് പറഞ്ഞത്. അപ്പോൾ വാഴയില വന്നു, അച്ചാർ വന്നു, ചമ്മന്തി വന്നു, പിന്നെന്താ ഒരു കൂട്ടുകറി വന്നു, പിന്നെ തോരൻ വന്നു, ചോറും വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മീൻകറി മതി എന്ന് പറഞ്ഞ കാരണം അവർ രണ്ടുപേരും മീൻകറിയാണ് കഴിക്കുന്നത്. എനിക്ക് പുറത്തിറങ്ങിയ പിന്നെ സാമ്പാർ, ഊണിനൊപ്പം സാമ്പാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടിട്ട് ഞാൻ സാമ്പാർ പറഞ്ഞു. നല്ല കുറുകിയ ടൈപ്പ് സാമ്പാറായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയപ്പോഴത്തേനും പുള്ളി പറഞ്ഞു പുള്ളിക്ക് റിവ്യൂ ചെയ്യണമെന്ന്, എൻ്റെ നേരാങ്ങളയ്ക്ക് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു, ഫുഡ് റിവ്യൂ പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് ആ കാണുന്നത്. ഫസ്റ്റ് ആൾ മറ്റേ കക്കയിറച്ചി ഫ്രൈ ട്രൈ ചെയ്തിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂന്തലെടുത്തിട്ട് ആ കുഴയ്ക്കുന്നതൊക്കെ കണ്ടാൽ നമ്മൾ ഓർക്കും ബാസിം ബ്ലൈറ്റിൻ്റെ ആളാണോ അതോ മറ്റേ ഫുഡ് ഹണ്ടർ സാബു ആണോ ആരാണോ, അതുപോലത്തെയൊക്കെ ലുക്കിലാണ് പുള്ളി ഇരിക്കുന്നത്. എന്താണേലും അടുത്തത് പിന്നെ മറ്റേ ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു, അതും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ എടുത്തിട്ട് ഞാൻ കുഴച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത്. കുഴക്കട്ടെ. അപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പുള്ളി പറയുന്നുണ്ട് വാവ് എക്സാക്ട്ലി സൂപ്പർ, വാവ് അമേസിങ് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവിടെ കുറച്ച് സൗണ്ടിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഇടാഞ്ഞത്. ആളുടെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത കറികളും കൂടെ നീ ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുന്നേ തോരനും കൂട്ടുകറിയും ചമ്മന്തിയും അച്ചാറും കൂടെ എല്ലാം കൂടെ വെച്ചിട്ട് കുഴച്ചിട്ട് പുള്ളി കഴിക്കുന്നതാണ് കാണുന്നത്. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ആവറേജേ പറയുള്ളൂ. മറ്റേ ചെമ്മീൻ റോസ്റ്റും കക്കയിറച്ചി ഫ്രൈയും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. കൂന്തൽ റോസ്റ്റ് ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു നെത്തോലി ഫ്രൈ ഓർഡർ ചെയ്തു, അത് നല്ല സൂപ്പർ സാധനമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അതും കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ കുറച്ച് കടല മിഠായി അതൊക്കെ കണ്ടു, അത് കഴിച്ചു. അതിൻ്റെ കൂടെ 2 ജ്യൂസും കൂടെ കുടിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഫുഡടി. പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.